എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും എന്നാ കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതേവരെ ലൈഫിൽ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ് മുർഷി എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു പണ്ട്, ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു എലക്ഷൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പറയാം പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് റെയിൽവേ സ്റ്റേഷനിൽ. എന്നിട്ട് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വളരെ ഇലക്ഷൻ ലഡേക്കാണ്. ഞാൻ പറഞ്ഞ ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. എല്ലാവരും വേണം എനിക്ക്, കാരണം ഞാനൊരു നാഷണൽ ഫിഗറാണ്. അതുകൊണ്ടാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും കേരളത്തിലുള്ളവരും കേരളത്തിൽ പുറത്തുള്ളവരും എന്നെ അങ്ങനെ സ്നേഹിക്കുക. എനിക്ക് അതാണ് താല്പര്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. കാരണം എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒറ്റടി കാര്യം കഴിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷൻ നിൽക്കണില്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷേ ഞാൻ അല്ലായിരുന്നു, സുരേഷ് ഗോപിയുടെ പറഞ്ഞു എല്ലാവരും പറയണ്ടത് നിങ്ങൾ എനിക്ക് ഒരു MP തന്നോ, ഇപ്പോൾ ഈ ട്യൂഷയ്ക്ക് കൊടുത്ത പോലെ ഒരു MP തന്നോ, അതിൽ ഞാൻ പാർട്ടി നോക്കില്ല, ഒരു സ്പോർട്സിൻ്റെ അത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ MP ആയി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയിൽ ആയിട്ട് നിൽക്കാൻ എനിക്ക് എല്ലാവരും വേണം, ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണതാണ്. ഇത്രയുള്ളൂ. ഇത്